ഹായ് എവ്രി വൺ. നല്ല പൂവ് പോലെയുള്ള ഇഡ്ഡലിയല്ലേ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ഇഡ്ഡലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ചോറോ അല്ലെങ്കിൽ അവിലോ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മുടെ പച്ചരിയും ഉഴുന്നും പിന്നെ നമ്മുടെ കുറച്ച് റേഷനരിയും കൂട്ടിയിട്ട് നമുക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പൂവ് പോലെയുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് ഉഴുന്നാണ്. ഇത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് 2 അരികൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. അതേതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇതൊരു കപ്പാണ്. എത്ര മില്ലിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. ഈ ഒരു കപ്പിൽ 1 കപ്പ് നിറച്ച് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടിയിട്ട് ഞാൻ നന്നായി ഒന്ന് കഴുകി വെള്ളമൊഴിച്ച് വെച്ചതാണ്. ആ വെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് നിറച്ച് ഉഴുന്ന്. ഇനി ഈ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1:3 എന്നുള്ള ഒരു റേഷ്യോയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് റേഷനരി ഉണ്ട്, 1.5 കപ്പ് റേഷനരി ഉണ്ട്, അതേപോലെ 1.5 കപ്പ് പച്ചരി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഈ ഒരു കപ്പിൽ 1.5 കപ്പ് പകുതി, അത് 1 കപ്പ് ഫുള്ള്, പിന്നെ ഒരു 1/2 കപ്പ് പച്ചരി എടുക്കുക. അതേപോലെ 1 കപ്പ് ഫുള്ള്, പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ റേഷനരിയും കൂടി എടുക്കുക. നിങ്ങൾ ചോറ് വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു 6-7 മണിക്കൂർ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക. ഉഴുന്നരയ്ക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഉഴുന്നരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് അരികളുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് അരച്ചെടുക്കാം, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ നൈസായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇഡ്ഡലിക്കാണല്ലോ അരയ്ക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മളിതുപോലെ പൊക്കി ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് അതിൽ ബബിൾസൊക്കെ വന്നിട്ട് നന്നായിട്ടൊന്ന് അത് എന്താ പറയുക പൊളിച്ച് നല്ലതായിട്ട് വരുള്ളൂ. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് പൊന്തോ ഇല്ലേന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് രാവിലെ നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും പൊന്തിയിട്ടില്ല. കാര്യം ഇത് നല്ല തണുപ്പായതുകൊണ്ടാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യാം തണുപ്പുള്ള സമയത്ത് മാവ് പൊന്താൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ എന്താണ് മാവിൻ്റെ ഒരു പരുവം എന്നുള്ളത്. അപ്പോൾ മാവ് നന്നായിട്ട് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്, പൊന്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇഡ്ഡലിക്കുള്ള പരിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലിയുടെ തട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ വെളിച്ചെണ്ണയോ എന്താണ് ഉപയോഗിക്കുക, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഇഡ്ഡലി ഒഴിക്കുമ്പോൾ, മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു പോരാൻ വേണ്ടിയിട്ട് ആദ്യം ഇഡ്ഡലി ചെമ്പ് ഇതുപോലെ വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തട്ട് വെച്ച് കൊടുക്കുക ആദ്യം. പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ മാവിൽ, മറക്കരുത്. പിന്നെ തട്ട് വെച്ചിട്ട് തട്ട് നന്നായി ചൂടാവണം. എന്നിട്ട് മാത്രമാണ് ഈ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് തട്ട് ആദ്യം വെക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ച് നോക്കാം ഇത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല വലിപ്പം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്ത് വയ്ക്കുക ഒരു മിനിറ്റൊക്കെ അതൊന്ന് തണുക്കാനായിട്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, 1 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആളുകളുടെ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇടുക. ഓരോന്നോരോന്നായിട്ട് ഇടാൻ നിൽക്കണ്ട, ഒരുമിച്ച് അങ്ങോട്ട് ഇടുക. പിന്നെ ഇത് അരയ്ക്കാനുള്ളതായതുകൊണ്ട് ഉള്ളിയൊക്കെ കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉപ്പൊക്കെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി വേർപ്പെടുത്തെടുക്കാൻ പോകണം. ഇനിയാണ് ടേസ്റ്റ്. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇത് വേർപ്പെടുത്തി എടുക്കാൻ പോകണമെന്നുള്ളത്. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ നമ്മുടെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഒരു ഇഡ്ഡലിക്ക് എന്നുള്ളത്. ഇങ്ങനെ വേർപെട്ട് പോരണം എന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഓൾറെഡി എടുത്തിട്ട് അതിലങ്ങനെ കൊണ്ട് വെച്ചേക്കാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കൈ വെച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഡ്ഡലി വേർപെട്ട് പോരും. ഞാൻ പറഞ്ഞ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ കാണുന്ന ആൾക്കാരാണെങ്കിൽ മുമ്പത്തെ ഭാഗം കണ്ടു നോക്കുക. അവിടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഇഡ്ഡലി കിട്ടുക എന്നുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മളെല്ലാ ഇഡ്ഡലി ഇതേപോലെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊന്നും എടുക്കരുത്. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് ആവി ഇങ്ങനെ പോകും. ആ ഒരു രീതിയിലാണ്, കണ്ടില്ല ആവി പോകണം കണ്ടില്ലേ, ഈ രീതിയിലാണ് ഈ രീതിയിലാവുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. സോ എന്താ പറയുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കട വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തി ആയതുകൊണ്ട് വേറെ മഞ്ഞളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ നമുക്കിത് മാറ്റി വെച്ച് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. സോ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുകൊക്കെ താളിക്കാട്ടോ. ഞാൻ കടുകൊന്നും താളിക്കാറില്ല. കണ്ടില്ലേ, നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തി സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ചട്നി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഈ ഒരു ഇഡ്ഡലി ഉണ്ടല്ലോ, രാത്രി ആയാലും പോലും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സോ കാര്യങ്ങളൊന്നും മാറില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഇഡ്ഡലി കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു എന്താ പറയുക മെത്തേഡ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 കപ്പ് എടുത്തത്, നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ 2 കപ്പായിട്ട് എടുക്കാം. അപ്പോൾ 2:6 അങ്ങനത്തെ റേഷ്യോയിലായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളത് കണക്ക് കൂട്ടിയിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ഇഡ്ഡലി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.